അങ്ങനെ ഗൈസ് സൗഫിയും കുട്ടികളും മക്കളൊക്കെ പോവുകയാണ് രാത്രി. അങ്ങനെ ഗൈസ് വാപ്പന്റെ ആണ്ടൊക്കെ കഴിഞ്ഞ് ഒരു ഫാമിലിയും അവരുടെ മക്കളും കുട്ടികളും പുതിയാപ്പിളൊക്കെ എവിടെ എത്തി? തമിഴ്നാട് എത്തി അല്ലേ? അങ്ങനെ അവര് ഗൈസ് ഇന്നലെ ഈവനിങ്ങില് ഒരു അതായത് കൊല്ലത്തുനിന്ന് വരുന്ന ട്രെയിൻ ഉണ്ടല്ലോ 6:45 ഇവരിറങ്ങിയ ട്രെയിനിലാണ് ഓല് തിരിച്ചു പോയിട്ടുള്ളത്. അപ്പൊ ഓല് അവിടെ ഒരു 12 മണിയാകുമ്പോഴേക്കും ഓല് എത്തി. ഓലെന്താ പെട്ടെന്ന് പോയേ? ഇനിയിപ്പോ ചക്കര ഇപ്പൊ അങ്ങനെയൊക്കെ തന്നെ ആവും അല്ലേ? മക്കൾക്ക് സ്കൂൾ തുടങ്ങി കഴിഞ്ഞാൽ ചക്കരക്ക് പിന്നെ ഇവിടെ നിക്കലൊക്കെ കണക്കേക്കാരം. അതായത് സ്കൂള്, കുട്ടികള്, തിരക്ക് തിരക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ഓലും കുറച്ചൊക്കെ കഴിഞ്ഞ ഓലും തിരക്ക് തന്നെയാക്കാരം. എന്തായാലും പരിപാടികളൊക്കെ നല്ല വൃത്തിക്ക് നടന്നു. പക്ഷെ വേറൊരു സംഭവം എന്താ വെച്ചാൽ നാളെ ഒരു പരിപാടിയും കൂടി ഉണ്ട്. അതിന് ഞാൻ ഓരോട് നിൽക്കാൻ മുമ്പാർക്കോട് ഞാൻ പറഞ്ഞു നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച്. അപ്പൊ പിന്നെ ഇല്ല, ഞങ്ങൾ പോവാണ് എന്ന് പറഞ്ഞ്. നിൽക്കാൻ പറ്റൂല എന്നല്ല, ഓൽക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം കൊണ്ടാണ്. പക്ഷെ ഈ ഒരു പരിപാടി ഞാൻ എത്ര ദിവസമായിട്ട് നമ്മൾ നടത്തണം വിചാരിച്ചൊക്കെയായിരുന്നു. ഒരുപാട് ദിവസമായിട്ട് ഉമ്മ അങ്ങനെ നടത്തുന്ന് പറഞ്ഞായിരുന്നു. ഗൈസ്, നമ്മൾ എന്തെങ്കിലും കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നടത്തണം എന്നാണ് ഉമ്മ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഒരു കാര്യം എന്താ വെച്ചപ്പോ ഒരു 2 കുട്ടികൾക്കും പാടെ ഒരുമിച്ച് ഇറക്കാം അല്ലേ? അപ്പൊ പിന്നെ ഇങ്ങനെ നീണ്ടു പോകും. ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ ഓരോ കാര്യങ്ങള് ഗൈസ്, ഇപ്പൊ നമ്മുടെ ഓരോ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ വണ്ടി വാങ്ങുന്നു, നമ്മള് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. വണ്ടി വാങ്ങണു, പണെടുക്കണു, അന്റെ നീർച്ചക്കട അവിടെ നിർത്താ അതൊന്നുമല്ല. എന്ത് നീർച്ചക്കട വീട്ടിട്ടാണ് വണ്ടിയും വളയൊക്കെ എടുക്കുക. ഞാൻ പിന്നെ എന്താന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ദേഷ്യം വരും. അമ്മക്ക് ഇപ്പൊ ഇറച്ചിന്റെ പൂതിയായിട്ട് ഇറച്ചിന്റെ പൂതിയല്ല. ഇപ്പൊ എന്തായാലും നമുക്ക് അത് ഇൻഷാ അല്ലാ നമ്മള് നാളെ സുബൈക്ക് നമ്മളൊരു അറിവ് നടത്തുന്നുണ്ട്. ഇനിയിപ്പോ ഇതില് മെയിൻ സംഭവം എന്തേക്കാരും അറിയും. ഓല് പോയിട്ട് അറുത്തു എന്നുള്ളത് 1, ഓല ഓട്ടോറിക്ഷക്ക് വിട്ടു എന്നുള്ളത് 2. അപ്പൊ അതിനുള്ള കാരണം നിങ്ങൾ പറഞ്ഞു. എന്തുകൊണ്ട് ഓല ഓട്ടോറിക്ഷക്ക് പോയത്? പോത്തിനെ നോക്കാൻ പോയി. പറഞ്ഞില്ലേ? ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് പോത്തിനെ നോക്കല് താഹിറിനെയാണ് ഞാൻ ഏൽപ്പിച്ചത്. താഹിറിന്റെ അളിയനെയാണ് പോത്തിനെ ഏൽപ്പിച്ചത്, പോത്തിനെ നോക്കാൻ. അപ്പൊ മൂപ്പര് എന്നെ പെട്ടെന്ന് വിളിച്ച്, അപ്പോഴേക്കും മുബാറക്ക് കയറി പോയിക്കണം മോൾക്ക്. ഇന്നോൾക്ക് പെട്ടെന്ന് വിളിച്ച് പറഞ്ഞു 6 മണി 6:15 ആകുമ്പോഴേക്കും വരണം, കാരണം വീട്ടിലെ പോത്താണ്. അവര് 6 മണിക്ക് 6:30ക്ക് ശേഷം പോത്തിന്, അതായത് ഹിന്ദുസ് അങ്ങനെ 6 മണിക്ക് ശേഷം പോത്തിനെ കാണിച്ചു കൊടുക്കൂല. അപ്പൊ പിന്നെ ആ പോത്തിനെ വേറെ 2 കച്ചവടക്കാർ വന്ന് നോക്കിയിരിക്കണേ. വീട്ടിലെ പോത്തും പിന്നെ നല്ല ലക്ഷണമൊത്ത പോത്തുമാണ്. അപ്പൊ പിന്നെ നമുക്ക് പറ്റിയ സാധനമാണ്, കാരണം ഞാൻ ഉദ്ദേശിച്ചൊരു തൂക്കത്തിലുള്ള പോത്തുമാണ്. പിന്നെ അങ്ങനത്തെ ഒന്നിനെ കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പണിയാണ്. അപ്പൊ അതിന്റെ നോക്കി നടന്ന് അവസാനം ഇന്നലെ പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞപ്പോ പിന്നെ ഇവർക്ക് ഓട്ടോറിക്ഷ സെറ്റ് ആക്കി കൊടുത്തിട്ട് ഞാൻ പോയതാണ്. ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ കമന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇങ്ങനെ കാത്തു നിൽക്കുക. അതുകൊണ്ട് ഞാൻ മുൻകൂർ ജാമ്യം എടുത്തതാണ് ഗൈസ്. പിന്നെ ഇപ്പൊ എന്താ വെച്ചാൽ അവനാ വരിക, അവനാന്റെ ഉമ്മാനെയും കുട്ടികളെയും കാണുന്നുണ്ടെങ്കിൽ അവനാ കാണാ പോവുക. ആൾക്കാരുടെ കമന്റ് ഒന്നും നോക്കാൻ നിൽക്കരുത് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ഗൈസ് നമ്മൾ എന്താക്കിയിട്ടുണ്ട്. ആരാത്? ആരാണ്? ഇതെന്തിനാ വീത്തിട്ട്? എന്തിനാ വീത്തിട്ടത്? പൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നില വിളിച്ചിട്ടുണ്ടാവും അല്ലേ? ഐബു ആണെങ്കിൽ നില വിളിച്ചിട്ടുണ്ട്. ഐബു ആണെങ്കിൽ ഇപ്പൊ എന്താ എന്ത് മരിച്ചോ? എന്ത് കൈ ചൂണ്ടിട്ടോ? ഗൈസ്, ഇപ്പൊ ഈ അറിവ് നടത്തുമ്പോ ഇത് എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അതായത് ഞാനിവിടെ ഒരാളോട് ചോദിച്ചപ്പോ, തായറിന്റെ അവിടെ ചോദിച്ചപ്പോ അവര് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 70% പെണ്ണിന്റെ വീട്ടുകാർക്കും 30% ആണിന്റെ വീട്ടുകാർക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത് അറിയുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം. കാരണം എന്റെ ലൈഫില് നമ്മളെ പെരയില് ആദ്യമായിട്ടാണ് അറിവ് നടത്തുന്നത് അല്ലേ? നമ്മൾ വേറെ അറിവ് നടത്തുന്നില്ല. സോഫിന്റെ മക്കൾക്ക് അറിവ് നടത്തിയത് അവരെ നാട്ടിൽ ആടിനെ അറുത്തു. ഉമ്മ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. എനിക്കറിയില്ല, ഞാൻ അറുത്തിട്ടില്ല. എന്റെ 3 മക്കൾക്കൊന്നും ഞാൻ അറുത്തിട്ടില്ല. അതന്നെ ഞങ്ങൾ ഇങ്ങനെ ആയത്, അറക്കാത്തോണ്ട്. നിങ്ങൾ അറക്കണേനു എന്തോട്ട് പെറ്ററക്കുമ്പോ കഞ്ഞി കൂടി കൂട്ടൂല. അപ്പൊ എന്തായാലും അറിവ് എവിടെ വെച്ച് നടത്തണം? താഴത്തെ പെരയിൽ ഇറക്കണോ
അതോ ഇവരോട് ചോദിച്ച് നടത്തുമോ എന്നുള്ളത് നമ്മുടെ പെരയിൽ അറക്കാനുള്ള സ്ഥലമില്ല. താഴത്തെ പെരയിൽ അറുത്ത അവിടുത്തെ ഏറ്റിട്ട് വരാൻ നല്ല പാടേക്കും മഴ. അതാണ് പ്രശ്നം. അതായത് ഇറച്ചി അവിടുന്ന് ഏറ്റി കൊണ്ടുവരാൻ കുറച്ച് പ്രയാസക്കാരോ. കാരണം ബൈക്കും കൂടി പോകൂല. പോത്തിനെ വേണമെങ്കിൽ അങ്ങോട്ട് നടത്തി കൊണ്ടുപോകും. വരുമ്പോ പോത്ത് നടക്കൂലല്ലോ. പോത്തിന് ചട്ടിയിലാക്കി കൊണ്ടുവരണോ, കൊട്ടയിലാക്കി കൊണ്ടുവരണോ ചോദിച്ചു നോക്കാം. ഞാൻ നമ്മുടെ ബാക്കിൽ കുറച്ച് സ്ഥലമുണ്ട്, അവരോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. കാരണം എല്ലും തോലും വേസ്റ്റ് ഒക്കെ ഈ വറക്കാൻ വരുന്ന പോലെ കൊണ്ടുപോകും. വേസ്റ്റ് ഒന്നും കാര്യമായിട്ട് ഉണ്ടാവില്ല, പക്ഷെ എന്നിട്ട് സ്മെല്ല് ഉണ്ടാവുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. കാരണം പിന്നെ ഇവിടെ ഇങ്ങനെ കൊണ്ടേ കൊടുക്കലാണ് വേറൊരു പണി. കാരണം അറുത്ത് ഇങ്ങനെ വരുന്നവര് എടുത്തു പോവാണെങ്കിൽ പ്രശ്നമല്ല, ഓരോരുത്തർക്കും ഇങ്ങനെ കൊണ്ടേ കൊടുക്കണമല്ലോ. അതിന് മാത്രമുള്ള പോത്തിന് നമ്മൾ അറക്കണമില്ല. അപ്പൊ അത്രയും എന്താണ്, ഞാൻ ആടിനെ ഇറക്കണിച്ചിട്ടായിരുന്നു. അപ്പൊ ഉമ്മ പറഞ്ഞെന്താ വെച്ചാൽ കുറച്ചും കൂടി വലുതിനെ ഇറക്കുകയാണെങ്കിൽ രണ്ടാക്കുമ്പോൾ ഒരുമിച്ച് ഇറക്കാന്ന് പറഞ്ഞ്. പിന്നെ 2 വയസ്സായ പോത്ത് വേണം, പല്ല് കൊഴിയണം എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെയൊക്കെ ഉണ്ട് ഇത്രേ. നമ്മൾക്ക് ഞാൻ ആദ്യമായിട്ടോ ഇറക്കണ കൈസ്. ഇവിടെ നമ്മുടെ ഫാമിലിയിൽ ആദ്യമായിട്ട് ഇറക്കണ, ഉമ്മാന്റെ കുടുംബത്തിലൊക്കെ ഇറത്തിക്കണേ. നമ്മുടെ ഇതില് ഈ ഒരു സർക്കിളില് ഫസ്റ്റത്തെ അറിവാണ്. അല്ല, വാപ്പാന്റെ കുടുംബത്തിലത്തെ ആദ്യത്തെ അറിവും നമ്മളോടെയാണ്. 5 അറിവെന്നാ അല്ല ഇതിന് ഇറക്കുന്നില്ലേ? അല്ല ഇതിനല്ല, ഇതിന് വേണ്ടിട്ട് ഇറക്കുന്നില്ലേ? ഇല്ലേ, അന്ന് നേർച്ചാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അറച്ചു കൊടുക്കുക അല്ലേ? എന്തൊക്കെ പൈസ നിങ്ങൾ തിന്നാട്ട് കൊടുത്തിട്ടാണ് അവിടെ. അങ്ങനെ ഗായ്സ്, ആ പരിപാടികളൊക്കെ ഇൻഷാ അല്ലാഹ് നാളെ ഞങ്ങൾ അറിവൊന്നും നമുക്ക് കാണിച്ചു തരാൻ പറ്റില്ല. കാരണം സ്ട്രൈക്ക് വരും, കമ്മ്യൂണിറ്റി ഗിൽസ് വരും, ബ്ലഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ. എന്തായാലും നാളെ ആ പരിപാടിയും കൂടി കഴിഞ്ഞാൽ ഒരു ഒട്ടുമിക്ക തിരക്കുകളും ഞാൻ പാപ്പരയും ആവും. കാരണം അല്ലേ, ഈ ഒരു മാസം എത്ര ചെലവാ ഗൈസ്. അതായത് വണ്ടി എടുക്കുന്നു, പിന്നെ വള വാങ്ങുന്നു, പോത്തിനെ ഇറക്കുന്നു, പക്ഷെ എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് ഞാൻ ഇപ്പൊ എങ്ങനെ ഇപ്പൊ ഇതൊക്കെ നടക്കണം എന്നുള്ളതാണ് നോക്കി നിൽക്കുന്നത്. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല. അല്ലാ, അപ്പൊ എന്തായാലും ഗൈസ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എത്രയേ ഉള്ളൂ. കൂടുതൽ വിശേഷം എന്തൊക്കെ ഫുഡ് എന്തൊക്കെയാണ്? മോരുകറി, മീനുണ്ടോ? മീൻ അന്ന് വാങ്ങിണ്ടാവില്ലേ? മത്തിക്കറി കഴിഞ്ഞോ? ഓക്കെ ഗായ്സ്, അപ്പൊ നാളെ ഈ നേരം ആകുമ്പോഴേക്കും അറിവൊക്കെ കഴിഞ്ഞു. എനിക്കനുസരിച്ച് ആ പോത്തിനെ കൊണ്ടുപോയിട്ട് ആ പോത്തിനെ കാണുമ്പോൾ ഒരു ഇടങ്ങേറ്. ഈ മിണ്ടാപ്രാണികളെ അങ്ങനെ അറക്കുക എന്ന് പറയുമ്പോ ഒരു അല്ലേ, അതൊരു ചേച്ചോടൊക്കെ ഞാനൊന്നും നടക്കാൻ കൂടുതലിട്ടോ. ഞാൻ അങ്ങനെ കുറച്ച് ദൂരത്തേക്ക് എനിക്കൊന്നും കണ്ടിക്കാൻ കഴിയില്ല ഗൈസ്. പിന്നെ എന്തിനാ ഇത്ര ഇതാക്കിയിട്ടാ ചെയ്യണമെന്ന് ചോദിക്കും. നമുക്ക് ഇവരൊക്കെ ഓരോ നിർബന്ധപ്രകാരം ചെയ്യാണ്. എനിക്ക് ഈ മിണ്ടാപ്രാണികളൊന്നും ഇറക്കണം എനിക്ക് ഇഷ്ടമല്ല ഗൈസ്. പാവങ്ങൾ നമ്മൾ ഈ വളർത്തിയിട്ട് ഇങ്ങനെ ഇറക്കുക എന്ന് പറയുമ്പോൾ വീട്ടിൽ വളർത്തുന്ന കോഴിയാണെങ്കിൽ പോലും നമ്മള് അതിനുള്ള ആ ഒരു നിഷ്കളങ്കമായ ഒരു നോട്ടം നമ്മൾക്ക് ഭയങ്കര പ്രശ്നമാണ്. അതായത് ഇങ്ങനെ അറക്കാൻ നേരത്തെ അങ്ങനും പറയാൻ പാടില്ല എന്നൊക്കെ പറയുന്നേക്കാം. എന്നാലും എൻ്റെ കാര്യം എനിക്ക് പറയണമല്ലോ. എനിക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിണ്ടാപ്രാണി ആണെങ്കിലും നമ്മൾക്ക് പ്രിയപ്പെട്ട സാധനം വളർത്തുന്നതാണെന്നുണ്ടെങ്കിലും അതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ ഒന്നിനും ഒരുപാട് കൂടുതൽ സ്നേഹിച്ച് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. ഒന്നും അത് അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ അവർക്കിപ്പോൾ ഒന്നും പറയാൻ വയ്ക്കില്ല. ഇന്നെ അറക്കരുത് എന്ന് പോലും ഇപ്പം എങ്ങനെ പറയുക. പണ്ട് ഇവിടെ ഒരു കുറി പള്ളിക്കൽ ഇറക്കുന്ന ടൈമിൽ മൂരി മണ്ടി അല്ലേ, വണ്ടി മലമ്മ കയറി. പിന്നെ അത് ഇറങ്ങിയോ? കിട്ടിയില്ലേ? എന്താ ചെയ്യാ? എന്തായാലും ഇപ്പൊ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ചട്ടിയിലാവുമ്പോ ഇതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ബീഫ് ഒലത്തിയത്, ബീഫ് വറുത്തത്, ബീഫ് കൊണ്ടാട്ടം, പിന്നെ ബീഫിന്റെ വാരിയല് അതൊക്കെ പറയും. പിന്നെ നമ്മൾ പോത്തിറക്കാനുള്ള കാരണം കൂടി ഞാൻ പറഞ്ഞു കേട്ടോ ഗൈസ്. അതായത് സിനുവിന്റെ ആ ഭാഗത്തൊന്നും മൂരിയൊന്നും അറക്കലില്ല. അപ്പോൾ അവിടെ അധികം ആൾക്കാർ പോത്തൊക്കെ കഴിക്കല്. ഞാനവിടെ പോയിട്ട് ഞാൻ അങ്ങനെ കഴിച്ചിട്ടുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ പോത്താണ് എനിക്കവിടെ കിട്ടിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിലാണ് മൂരിക്കുട്ടന്മാരെ കറക്കല് അല്ലേ, ഒറ്റ കളർ നോക്കലും ഒറ്റ കൊമ്പല്ല ഒരേ കളറ് അങ്ങനെ എന്തൊക്കെയോ കുറെ ഒരേ കളറ് അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. പോത്തിന് പിന്നെ ഇപ്പൊ ഒരു കളറല്ലേ ഉണ്ടാവുക. പക്ഷെ പോത്തിൽ നോക്കും തോന്നുന്നുണ്ട് അല്ലേ, പോത്തിന്റെ കൊമ്പ്, കാട്ടിപ്പോത്തുകൾ, അങ്ങനെയൊക്കെ എന്തൊക്കെയോ പരിപാടികൾ ഇതുണ്ട്. എനിക്കതിനെ കുറിച്ച് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞ നമ്മളോട് ആദ്യമായിട്ടാണ് ഇത് ഉള്ളത് കൊണ്ട് നമുക്ക് ഇതിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല ഗായ്സ്. നമുക്കത് ശീലമുണ്ടെന്നുണ്ടെങ്കിൽ ഓരോരുത്തരിങ്ങനെ പറഞ്ഞതൊക്കെ കേൾക്കാം. എന്തായാലും ഒക്കെ ചോദിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നാളെ ഇൻഷാ അല്ലാഹ് അതും
തീർന്നാൽ പിന്നെ ഇപ്പം എന്താണ്, പിന്നെ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഒക്കെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ കഴിഞ്ഞ് വരുന്നുണ്ട് അല്ലേ. അപ്പം എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.